നമസ്കാരം. 1980 പുറത്തിറങ്ങി ഹിറ്റായി മാറിയ തീക്കടൽ എന്ന പ്രേം നസീർ മധു ചിത്രത്തിൻ്റെ വൻ വിജയത്തിന് പിന്നാലെ നവോദയയിൽ പുതിയ ചിത്രത്തിനായുള്ള ചർച്ചകൾ പുരോഗമിച്ചു. നവോദയ സ്റ്റുഡിയോയുടെ കഥാചർച്ചകളിലെ ക്രിയേറ്റീവ് ടീമിലെ അംഗങ്ങളിൽ ഒരാളായിരുന്നു ഫാസിൽ. ആ ചർച്ചയിൽ ലോ ബഡ്ജറ്റിൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി ഒരു സിനിമ ഫാസിൽ നിർദ്ദേശിച്ചു. ഫാസിലിൻ്റെ അഭിപ്രായം നവോദയ അംഗീകരിക്കുകയും ഫാസിലിനെ തന്നെ സംവിധായകനായി നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ആ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവോദയയിൽ തുടങ്ങി. യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ അഭിനേതാക്കൾ മാത്രമല്ല, അണിയറ പ്രവർത്തകരിൽ ചിലരും പുതുമുഖങ്ങളായിരുന്നു. 1980 തമിഴ്നാട്ടിൽ 365 ദിവസം പ്രദർശന വിജയം നേടിയ തലയരാഗം എന്ന ചിത്രത്തിലെ നായകനായിരുന്ന ശങ്കറിനെ ഈ സിനിമയിലും നായകനായി ഫാസിൽ നിശ്ചയിച്ചു. പ്രതിനായകനായി അക്കാലത്ത് കമലഹാസന് പോലും വെല്ലുവിളിയായിരുന്ന ഡിസ്കോ രവീന്ദ്രൻ എന്ന രവീന്ദ്രനെ തീരുമാനിക്കുകയും അഡ്വാൻസ് കൈമാറുകയും ചെയ്തു. തലയരാഗത്തിൽ വില്ലൻ വേഷം ചെയ്ത ആളായിരുന്നു രവീന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആ കൂട്ടുകെട്ട് ഈ സിനിമയിലും ആവർത്തിക്കാൻ ഫാസിൽ തീരുമാനിച്ചു. പക്ഷേ അശ്വരഥം എന്ന തമിഴ് സിനിമയുടെ തിരക്ക് കാരണം അഡ്വാൻസ് തിരികെ നൽകി രവീന്ദ്രൻ പിന്മാറി. തച്ചോളി അമ്പുവിൻ്റെ തിരക്കഥാ ചർച്ചകളിൽ പങ്കെടുത്ത ആളായിരുന്നു ഫാസിൽ. ആ സിനിമ വിജയിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സിനിമയെപ്പറ്റി ഫാസിൽ നവോദയയിൽ സംസാരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു വ്യക്തമായ കഥയോ കഥാബീജമോ ഫാസിലിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നവോദയ അപ്പച്ചൻ്റെ മകൻ ജിജോ പുന്നോസ് പ്രേത അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഫാസിലിന് നൽകി. വിമാനത്താവളത്തിൽ എത്തിയ 2 അപരിചിതർ പ്രണയത്തിലാകുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം ആ സ്ത്രീയുടെ മുൻകാമുകൻ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു ആ കഥ. എന്നാൽ കൊലപാതകത്തിന് ശേഷം അവളെ ജീവനോടെ കണ്ടതായി സുഹൃത്തുക്കളിൽ പലരും അവകാശപ്പെട്ടു. ആരെയാണ് കണ്ടത് എന്നായിരുന്നു ആ കഥ. കാമുകിയുടെ ഭൂതകാലത്തിലെ ഒരാൾ തിരിച്ചുവന്ന് അവരുടെ ബന്ധം തകർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന ആശയം അപ്പോഴാണ് ഫാസിലിന്റെ മനസ്സിൽ ഉടലെടുത്തത്. ആ ഒരു ത്രെഡിൽ നിന്നാണ് ഈ സിനിമയുടെ കഥാപിറവി തുടങ്ങുന്നത്. പ്രതിനായക വേഷത്തിൽ നിന്നും രവീന്ദ്രൻ പിന്മാറിയ ശേഷം നവോദയയിൽ നടന്ന ഓഡിഷനിൽ വെച്ചാണ് മോഹൻലാലിനെ തിരഞ്ഞെടുക്കുന്നത്. ജിജോ പുന്നൂസും ഫാസിലും സിബി മലയിലും അടങ്ങിയ പാനലാണ് മോഹൻലാലിനെ തിരഞ്ഞെടുത്തത്. പിൽക്കാലത്ത് സിബി മലയിൽ മോഹൻലാലിന് നൽകിയ മാർക്കിനെ പറ്റി വളരെയധികം പരാമർശിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഫാസിലും ജിജോ പുന്നൂസും നൽകിയ മാർക്കാണ് മലയാളത്തിലെ ഒരു ഇതിഹാസത്തിന് അടിത്തറയിട്ടത്. അങ്ങനെ മോഹൻലാലിന് കിട്ടിയ ആദ്യ പ്രതിഫലമായ 2000 രൂപ ചിത്രീകരണ സ്ഥലത്തിനടുത്തുള്ള ഒരു അനാഥാലയത്തിന് സംഭാവന ചെയ്തു. ജിജോ പുന്നൂസ് ഫാസിലിനെ ഒരു ഗാനം കേൾപ്പിച്ചു. ആ ഗാനത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ ഇഷ്ടപ്പെട്ട ഫാസിൽ ആ സംഗീത സംവിധായകനെ പറ്റി അന്വേഷിച്ചു. മുംബൈയിലെ ഇതിഹാസ സംഗീത സംവിധായകൻ നൌഷാദിൻ്റെ സഹായിയാണെന്ന് ജിജോ പുന്നൂസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് നിശ്ചയിച്ചാലോ എന്ന് ഫാസിൽ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ജെറി അമൽദേവ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നു. പുതുമുഖങ്ങളെ അണിനിരത്തുന്ന ചിത്രത്തിന് പുതിയ ക്യാമറ തന്നെ വേണമെന്ന ആലോചനയിൽ അക്കാലത്ത് ലഭിക്കുന്ന ഏറ്റവും നല്ല ക്യാമറ വാങ്ങുന്നതിനായി അപ്പച്ചൻ ജർമ്മനിയിലേക്ക് പോയി. ആരിഫ്ലെക്സ് 35 സെക്കൻഡ് സി ക്യാമറ ഉപയോഗിച്ച് കൊടൈക്കനാലിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരണം ആരംഭിച്ചു. ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭ നരേന്ദ്രൻ എന്ന മോഹൻലാലിൻ്റെ ആദ്യ സംഭാഷണം കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ആസ്റ്റോറിയ ഹോട്ടലിന് സമീപം ചിത്രീകരിച്ചു. ആ കാലത്ത് ഷോലെ വമ്പൻ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ചുരുണ്ട മുടിയും സൗന്ദര്യവുമുള്ള ഗബ്ബർ സിംഗ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അംജദ് ഖാൻ ഫാസിലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ടിപ്പിക്കൽ വില്ലനിൽ നിന്നും പ്രചോദനമായതാണ് മോഹൻലാൽ. സ്ത്രീകൾ ഉപയോഗിക്കുന്ന കുടയും ചൂടി ഓഡിഷനെത്തിയ മോഹൻലാലിൻ്റെ രൂപം കണ്ടാണ് ജിജോയും ഫാസിലും 90 മാർക്ക് നൽകി മോഹൻലാലിനെ സെലക്ട് ചെയ്തത്. ഷൂട്ടിംഗ് തുടങ്ങി 18 ദിവസങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലിൻ്റെ അവസരമെങ്കിലും തുടങ്ങിയ ദിവസം മുതൽ അദ്ദേഹം ലൊക്കേഷനിലെത്തി മറ്റുള്ളവരുടെ അഭിനയം വീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മോഹൻലാൽ ആ കഥാപാത്രത്തെ ആവാഹിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഊഴമെത്തിയപ്പോൾ നിറഞ്ഞാടി തീർത്തു ആ മഹാപ്രതിഭ. ആദ്യ ദിനങ്ങളിൽ തിയേറ്ററിൽ നിന്ന് നല്ല വാർത്ത എത്തിയില്ലെങ്കിലും പിന്നീട് വൻ ഹിറ്റായി മാറിയ ചിത്രം. ഫാസിൽ രചന നിർവഹിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് ശങ്കറിനെയും മോഹൻലാലിനെയും പൂർണിമയെയും അണിനിരത്തി. ബിച്ചു തിരുമലയുടെ പ്രഭാത സവാരിക്കിടെ അദ്ദേഹം കണ്ട മഞ്ഞിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ നിന്നും അടർന്നു വീണ 1980 ഡിസംബർ 25 ക്രിസ്തുമസ് ദിനത്തിൽ റിലീസ് ചെയ്ത 150 മിനിറ്റുകളുള്ള നവോദയയുടെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ.